നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് കൂൾ ബാറിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല അടിപൊളി ചിക്കു ഷേക്ക് അതിനേക്കാളും ടേസ്റ്റ് തയ്യാറാക്കിയാലോ? ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്ത് ഫ്രീസറിനകത്ത് വെച്ച് നല്ലതായിട്ട് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് ഒരുപാട് കുറുകി പോകും. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിയുടെ റോളർ വെച്ചാണ് ഉടച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾ കവർ പാലല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം തണുപ്പ് വിട്ട് കിട്ടിയാൽ മതിയേ. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ഈ ജ്യൂസിൻ്റെ പ്രത്യേകത. പാലിൻ്റെ ക്രഷ് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ജ്യൂസ് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഞാൻ ഇനി അടുത്തെടുത്തേക്കുന്നത് കുരുവൊക്കെ കളഞ്ഞ് തൊലിയും കളഞ്ഞെടുത്ത ചിക്കുവാണ്. ഇനി നമുക്ക് ഇത് മിക്സി ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതോടൊപ്പം ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് അടിച്ചെടുത്തോണ്ട് വരാം. ഈ ഷേക്കിൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ നോക്കിയാൽ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഐസ്ക്രീം പോലെ ഇരിപ്പില്ലേ, നോക്കിക്കേ. അപ്പോൾ ഈ പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം. ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടയിലൊക്കെ അതിൻ്റെ കറയൊട്ടി പിടിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയാൽ അങ്ങനെയൊന്നും വരില്ല. ഇപ്പം ഞാനിവിടെ പാലും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചിക്കു ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ വാനില ഐസ്ക്രീമും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂണ് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തത്. ഇതും കൂടെ ചേർത്തൊന്ന് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പില്ലേ, അതാണ് എടുത്ത് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന ഷേപ്പിലാവണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഷേപ്പിൽ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവുമേ. അപ്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ചിക്കു ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ ഇങ്ങനെയൊന്നും തയ്യാറാക്കണ്ട. ഇനി വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ അടിപൊളിയായിരിക്കുമേ. അവർക്കും അതൊരു സന്തോഷമാവുമേ. അപ്പോൾ ഞാനിവിടെ ഈ ഗ്ലാസ്സിലേക്ക് നമ്മുടെ കുറുകുറാന്നിരിക്കുന്ന ചിക്കു ഷേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഹെർഷി സിറപ്പ് ഒഴിച്ച് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കൂൾ ബാറിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ ഒന്ന് കൊടുക്കണേ.